എക്സാമിനർ ഫാമിലി. അപ്പോൾ കീം 2025 എഴുതാൻ വേണ്ടി പോകുന്ന എൻ്റെ എല്ലാ കുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കീമിൻ്റെയും അതേപോലെ തന്നെ നീറ്റിൻ്റെയും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കീം എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയാറ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട്സ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേഗം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു സംശയങ്ങൾ അല്ലെങ്കിൽ കമൻസിലൂടെ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പല കുട്ടികൾക്കും ഈ കീം 2025 എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്ന കീം ഈ എക്സാമിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണകൾ കുറവാണ്. എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ മാത്സിനാണോ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരിക, അല്ലെങ്കിൽ കെമിസ്ട്രിക്കാണോ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് എപ്പോൾ തൊട്ടാണ് എക്സാം നടക്കുന്നത്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇപ്പോഴും ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ എന്തായാലും കീം എക്സാമിന് പോകുന്ന നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ പോലും മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം നമ്മൾ കീം 2025 എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്രത്തോളം ചോദ്യങ്ങളാണ് ഓരോ ഭാഗത്തു നിന്നും വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് 3 വിഷയങ്ങളാണ് കീം എക്സാമിന് എഴുതാനുള്ളത് അല്ലേ. ഏതൊക്കെയാണ് മക്കളെ? ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, അതായത് എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ മിസ് പറയുന്നത്. അപ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ്. ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയും 50%, അതേപോലെ തന്നെ മാത്സ് ബാക്കി 50%. അപ്പോൾ മാത്സിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ 150 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 150 ചോദ്യങ്ങൾ 180 മിനിറ്റ്സിൽ നമ്മൾ എഴുതി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാത്തമാറ്റിക്സിലാണ് 75 ക്വസ്റ്റ്യൻസ്, അഥവാ 50% ചോദ്യങ്ങൾ നമുക്ക് മാത്സ് എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം 30% ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്സിൽ നിന്നാണ് ചോദിക്കുന്നത്. അതായത് 45 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് ചോദിക്കുക. അപ്പോൾ മാത്തമാറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റേജ് ഉള്ളത് ഫിസിക്സ് ആണ്. ഇനി അതിന് ശേഷമാണ് നമ്മുടെ കെമിസ്ട്രി വരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തിലുള്ളത്, ഈ ഒരു കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങളാണ്, അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് എഴുതേണ്ടത്, ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പീഡ് വരുത്തിയെടുക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, മോക്ക് ടെസ്റ്റുകളൊക്കെ ഒരുപാട് എഴുതുക, നന്നായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അല്ലേ. നിങ്ങൾക്കറിയാം ഇപ്പോൾ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരുപാട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡും ഒരുപാട് അല്ലേ മെത്തേഡുകൾ അല്ലെങ്കിൽ കുറുക്ക് വഴികൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അങ്ങനെ കുറുക്ക് വഴികളിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ക്രാഷ് ബാച്ചൊക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ട്രിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലായി. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, മിസ് OMR-ലാണോ എക്സാം വരുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണോ എക്സാം എന്നുള്ളത് ഇപ്പോഴും ക്ലാരിറ്റി വരാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കീം എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് ഓരോ ജില്ലകളിലും എന്തുണ്ട്, സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സെൻറ്റേഴ്സിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്റേഴ്സിലായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാംസ് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഹാൾ ടിക്കറ്റിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം, എവിടെയാണ് നിങ്ങളുടെ സെൻറ്റർ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ തരും. ആ കമ്പ്യൂട്ടറിലാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്, എക്സാംസ് എഴുതേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു എക്സാം എഴുതുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വൈകാതെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് നമ്മളുടെ ഈ ഒരു കീം എക്സാം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. അതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, അതിന് നിങ്ങൾക്ക് ഒരു 5
എന്തുണ്ടാവും? ഓപ്ഷൻസ് ഉണ്ടാവും, ചോയ്സസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചോയ്സിൽ നിന്നും നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസറിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കുക, ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് 5 ചോയ്സ് ഓഫ് ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കീം എക്സാം ആകുമ്പോൾ 4 ചോയ്സ് അല്ല 5 ചോയ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ 5 ചോയ്സ് കൂടുമ്പോൾ പ്രോബബിലിറ്റീസിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം എന്നുള്ള കാര്യം നോക്കിയാൽ 5 ചോയ്സ് ഉണ്ടാവും. അപ്പോൾ ആ 5 ചോയ്സിൽ ഒരു ചോയ്സ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ ഒരു ചോദ്യം കറക്റ്റ് ആക്കിയാൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, +4 മാർക്സ്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തു അല്ലെ, ചെയ്തില്ല എന്ന് വിചാരിക്കുക, -1 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചെയ്തില്ല എങ്കിലല്ല, ചെയ്തിട്ട് തെറ്റിച്ചാൽ, ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, മാർക്ക് കിട്ടൂല, പോവില്ല, 0. പക്ഷേ ചെയ്തിട്ട് നിങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് നെഗറ്റീവ്, ആ 4 മാർക്ക് കിട്ടൂല. നിങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുള്ള മാർക്സിൽ നിന്നും 1 മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ സൂക്ഷിച്ച് മാത്രം ആൻസർ ചെയ്യുക. ഓരോ മാർക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മാർക്കിലാണ് വളരെ വ്യത്യാസത്തിൽ റാങ്ക് മാറുക. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ നമ്മുടെ കീം എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കീമിൻ്റെ സ്കോർ മാത്രമല്ല, ഇത് 50% കൺസിഡർ ചെയ്യും. ആൻഡ് ബാക്കി 50% കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ +2 എക്സാംസിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്സ് ആണ്. അത് 300ലേക്ക് എന്ത് ചെയ്യും, സ്റ്റാൻഡർഡൈസ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരിക. സോ +2ൻ്റെ മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേയ്സിലാണ് കീം എക്സാം നടക്കുന്നത്. ഒരു ദിവസമല്ല നടക്കുന്നത് അല്ലേ, 4 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അറിയാം, 24 മുതൽ 28-ാം തീയതി വരെ നിങ്ങൾക്ക് കീം എക്സാമിൻ്റെ ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഷിഫ്റ്റുകളിലായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിലപ്പോൾ ചില ഷിഫ്റ്റുകളിലുള്ള എക്സാംസ് കുറച്ച് ടഫ് ആവുകയാണ്, അല്ലെങ്കിൽ ചില ഷിഫ്റ്റുകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് ഈസി ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് റാങ്ക് കൂടുതൽ കിട്ടും, ബാക്കിയുള്ള ഷിഫ്റ്റ്സിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും, ചില കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് കിട്ടും, ചില കുട്ടികൾക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നോർമലൈസേഷൻ പ്രൊസീജിയർ ഫോർ എഞ്ചിനീയറിംഗ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ്സിലുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ഓരോ ഷിഫ്റ്റിലെയും ചില കുട്ടികൾക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അതോറിറ്റീസ്, നമ്മുടെ കീമിൻ്റെ അതോറിറ്റീസ് ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ കൊണ്ടുവരും. എന്നിട്ട് അതിനൊരു കട്ട് ഓഫ് വെക്കുകയാണ് ചെയ്യുക. അതിനെ ഇപ്പോൾ ടഫായിട്ടുള്ള എന്താ പറയുക ടെസ്റ്റ് സെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ആ ദിവസത്തെ ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഡ്വാൻറ്റേജ് അവിടെ മാർക്സിന് നമുക്ക് കൊടുത്തിട്ട് എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി, ഈക്വൽ ചാൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ സ്കോറ് വരുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ നമ്മുടെ +2ൻ്റെ റിസൾട്ട് കൂടെ നോക്കിയിട്ട്, അതിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ റിസൾട്ട് കൂടെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഫൈനലായിട്ടുള്ള ആ ഒരു സ്കോർ വരുന്നതും അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരിക. ആൻഡ് മെയിനായിട്ട് ഓർക്കുക, നമുക്ക് 4 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് എക്സാംസ് നടക്കുന്നത്. 5 ദിവസം അല്ലേ, 24, 25, 26, 27, 28 2 മണി മുതൽ 5 മണി വരെയാണ് എക്സാം. അതായത് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാമാണ്. 180 മിനിറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്. അതിൽ നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ വെരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ്സ് കാർഡ് കിട്ടുന്നതായിരിക്കും, പബ്ലിഷ് ആവുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ സെൻറ്റേഴ്സൊക്കെ നോക്കുക. എക്സാമിന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെൻറ്റേഴ്സിലേക്ക് എത്താൻ വേണ്ടി നോക്കുക. ആൻഡ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജൂൺ 5 ഒരു 10 അല്ലെങ്കിൽ ജൂൺ 10ന് മുന്നേ പബ്ലിഷ് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രോസ്പെക്ടസിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജൂൺ ഒരു 10ന് മുമ്പ് നമ്മളുടെ കീമിൻ്റെ റിസൾട്ട് കൂടെ പബ്ലിഷ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കീം എക്സാമിന് പോകുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആൻഡ് കീം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കറിയാം, നമ്മുടെ ക്രാഷ് ബാച്ചിലൊക്കെ ഇപ്പോൾ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളും കീം എക്സാം എഴുതാൻ പോകുന്ന മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അതിനു വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. അപ്പോൾ മൊഡ്യൂൾ വൈസ് ആയിട്ടൊക്കെ വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഓരോ സബ്ജക്ട്സിൻ്റെയും വെയിറ്റേജ് വീഡിയോസൊക്കെ ഇപ്പോൾ അപ്ലോഡ് ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക,
ഏതൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ക്രഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഈ എക്സാമിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം കീം 2025 എഴുതാൻ വേണ്ടി പോകുന്ന മക്കൾ ഇതൊന്നും അറിയാതെ പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.